കണ്ണൂർ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിക്കടവ് പരിസര പ്രദേശത്തെ ഉപ്പുവെള്ള പ്രശ്നത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. കിണറുകളുണ്ടെങ്കിലും ഉപ്പുവെള്ളമായതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കൃഷിയിടങ്ങളും തരിശുഭൂമിയായി. ഒരു കാലത്ത് നെൽകൃഷികളാലും പച്ചപ്പിനാലും സമൃദ്ധമായിരുന്ന പുല്ലൂപ്പി പ്രദേശം ഇന്ന് ഉപ്പുവെള്ളം കയറി പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. നെൽകൃഷി മുതൽ തെങ്ങുകളടക്കം നിറഞ്ഞു പന്തലിച്ചിരുന്ന ചുള്ളേരി വയൽ ഇന്ന് തരിശുഭൂമിയാണ്. മാത്രമല്ല, പരിസര പ്രദേശത്തുകാർക്ക് കുടിക്കാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും ഒരിറ്റു വെള്ളം പോലും ഉപയോഗിക്കാനാവാത്തത് പ്രശ്നത്തിൻ്റെ ഗൗരവം കൂട്ടുന്നു. മാത്രമല്ല, കാട് കയറി ചെളിമ്പ്രദേശമായതിനാൽ പന്നിശല്യവും രൂക്ഷമാണ്. തുണി അലക്കാൻ പോലും വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. 10-12 കൊല്ലത്തിൽ ജാസ്തിയായി ഈ ഉപ്പുവെള്ളം കൊണ്ടിങ്ങനെ കടത്തിയിട്ടും അലക്കാൻ കഴിയാണ്ടും കുളിക്കാൻ കഴിയാണ്ടെല്ലാം ആകുന്നു. എന്നാലും നമ്മളെ വിഷമം കൊണ്ട് അതിൽ തന്നെ ഇതാക്കിയിട്ട് കുടിക്കേണ്ട വെള്ളം കടത്തിക്കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കഴിയുന്നു. അവരോട് പറയുമ്പോൾ അവരാണെങ്കിൽ പറയും അത് നമുക്കൊന്ന് ചെയ്യാൻ രാമസഭക്ക് വാടി ഇടിയെല്ലാം പോയിട്ട് പറയുന്നു. അന്നേരം അവർ പറയുന്നു അത് നമുക്ക് ആക്കാം, എല്ലാവർക്കും ഇല്ലാലോ ഇങ്ങനെ കയറുന്നതുകൊണ്ടാണ് നല്ല വിഷമാണെന്ന് പറയുന്നു. ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ പദ്ധതി ടെൻഡർ ചെയ്ത് കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് പ്രവൃത്തിയിലെ ബുദ്ധിമുട്ട് കാരണം കരാറുകാരൻ പിന്മാറി. കാട്ടാമ്പള്ളിയിലെ ഷട്ടർ ഉയർത്തിയതാണ് ഉപ്പുവെള്ളം കയറാൻ കാരണം. കാട്ടാമ്പള്ളി ഷട്ടർ തുറന്നിട്ടാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ MLA ഇടപെട്ടു, ഇപ്രാവശ്യത്തെ MLA ഇടപെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ടെൻഡർ വിളിച്ച് അവർ സാധനം ഇറക്കി. പക്ഷേ ഇപ്പോൾ ആ സാധനം അവിടെ നിന്ന് ദ്രവിച്ചു പോകുന്നതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഉപ്പുവെള്ളം കയറി വീടുകളുടെ ഭിത്തികളടക്കം വിണ്ടുകീറി. നിരവധി ആളുകൾക്ക് ജോലി ലഭിച്ചിരുന്ന കയർ നിർമ്മാണ ഫാക്ടറി അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, കണ്ണൂർ.